ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ബിസ് പ്രോസസ്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയൽ നമ്മൾ എങ്ങനെയാണ് ലിസ്റ്റിലെ എലമെൻറ്റ്സിനെ ഓർഗനൈസ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ലിസ്റ്റിലെ എലമെൻറ്റ്സിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് സോർട്ട് എന്ന് പറയുന്നത്. ഇപ്പം ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ ലിസ്റ്റിൽ 3 വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഡോട്ട് എസ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് സോർട്ട് എന്ന് പറഞ്ഞ വാല്യൂ ഓട്ടോ ഫിൽ ആവുന്ന കാണാം. ഫ്രൂട്ട്സ് ഡോട്ട് സോർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം ഇനി ഫ്രൂട്ട്സിലെ വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ സോർട്ട് ആയിരിക്കുന്നത് കാണാം. ഇത് ഓൾറെഡി സോർട്ടഡ് ആയിട്ടാണ് ഫ്രൂട്ട്സ് കിടക്കുക. ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റിലേക്ക് ഞാൻ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു വാല്യൂം കൂടി ആഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒന്ന് സോർട്ട് ചെയ്ത് നോക്കാം. അപ്പം ആപ്പിൾ, മാംഗോ, ഓറഞ്ച്, പീച്ച് എന്നായിട്ട് മാറിയേക്കുന്നതാണ്. ഇപ്പോൾ ഇതൊരു ആൽഫബറ്റിക് ഓർഡറിൽ ഇത് സോർട്ടായിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിപ്പോൾ ഇത് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്ത്. ഇതേപോലെ തന്നെ ഡിസെൻഡിങ് ഓർഡർ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീവേഡാണ് ഈ സോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് റിവേഴ്സ് ഈക്വൽ ടു ട്രൂ എന്ന് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റിനെ റിവേഴ്സ് ഓർഡറിൽ സോർട്ട് ചെയ്തിട്ട് കാണാം. അതേപോലെ തന്നെ ഇപ്പം നമ്മളൊരു വാല്യൂ സോർട്ട് ചെയ്തത് പെർമനൻ്റ് ആയിട്ടാണ് സോർട്ട് ചെയ്തത്. അതായത് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റ് ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ പെർമനൻ്റ് ആയിട്ട് ഇത് ലിസ്റ്റിലെ എലമെൻറ്റ്സ് എല്ലാം സോർട്ട് ആവും. അതിന് പകരം ടെമ്പററി ആയിട്ട് ഇതിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സോർട്ടഡ് എന്ന് പറയുന്ന കീവേഡ്. സോർട്ടഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ലിസ്റ്റിനെ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഫ്രൂട്ട്സിനെ സോർട്ട് ചെയ്തു. ബട്ട് ഫ്രൂട്ട്സിൻ്റെ വാല്യൂ നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ നേരത്തെ ചെയ്ത ആ വാല്യൂ തന്നെയാണ് കിട്ടിയത്. ഇത് ടെമ്പററി ആയിട്ടാണ് ഇവിടെ സോർട്ട് ചെയ്ത്. ഇതിനെ നമുക്ക് വേറൊരു വേരിയബിളിലേക്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിലുള്ള വാല്യൂ സോർട്ട് ചെയ്തു. എന്നാൽ ഒറിജിനൽ ലിസ്റ്റിലുള്ള വാല്യൂ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഈ വേരിയബിളിലെ വാല്യൂസ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അതിന് പകരം ഈ ഒരു വാല്യൂ ഈ സോർട്ടഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ സോർട്ട് ചെയ്ത വാല്യൂ നമ്മൾ വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിൽ സോർട്ടായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ടെമ്പററി ആയിട്ട് ഒരു ലിസ്റ്റിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് സോർട്ടഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതേപോലെ തന്നെ സോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡാണ് റിവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ്. ഇതുപയോഗിച്ച് നമുക്ക് ഈ ലിസ്റ്റിനെ റിവേഴ്സ് ഓർഡറിൽ ഇപ്പോൾ ഉള്ള ഓർഡർ ഏതാണോ അതിന് നേരെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റിവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം പീച്ച് എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ എലമെൻറ്റ്, അത് അവസാനത്തെ എലമെൻറ്റായി മാറി. രണ്ടാമത് കിടക്കുന്ന എലമെൻറ്റ് സെക്കൻഡ് ലാസ്റ്റ് എലമെൻ്റ് ആവും. അങ്ങനെ ഇതൊരു നേരെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് റിവേഴ്സ് എന്ന് പറയുന്നത് മെത്തേഡ്. ഇപ്പം നമ്മൾ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് പഠിച്ചു. ലിസ്റ്റിലേക്ക് എങ്ങനെയാണ് വാല്യൂ സോർട്ട് ചെയ്യുന്നത്, അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുന്നതും ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുന്നതും പഠിച്ചു. അതിനുശേഷം ടെമ്പററി ആയിട്ട് എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നതെന്നും അത് വേറൊരു വേരിയബിളിലേക്ക് ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ഒരു ലിസ്റ്റിലുള്ള വാല്യൂസ് റിവേഴ്സ് ഓർഡറിൽ സോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കി. ഇത്രയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.